ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സുജന. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ലോഗാണ്. സൺഡേ വ്ലോഗും കൂടെയാണ്. പിന്നെ പോരാത്തതായിട്ട് ഇന്ന് വർക്കിന് പോകുന്നു കേട്ടോ. അപ്പോൾ ആയിട്ടിന്ന് കോഴിക്കോട് പോകണം. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അവിടെ പോകുന്നതിന് മുമ്പ് അപ്പോൾ അവിടേക്ക് പോകുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സൺഡേ എന്തൊക്കെയാണ് പരിപാടികൾ, പണികൾ, അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇൻട്രോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായപ്പോൾ എടുത്ത ഇൻട്രോ ആണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിക്കലൊക്കെ നേരത്തെ കഴിഞ്ഞു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം തുടയ്ക്കുന്നത് മുതലാണ് ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ രാവിലെ എണീച്ച് ചായയൊക്കെ കുടി കഴിഞ്ഞ് ബ്രഷ് ചെയ്ത ശേഷം അടിച്ച് തുടയ്ക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തുടയ്ക്കുന്ന സമയത്ത് തന്നെ ഏട്ടൻ ഇവിടെ ഒരു ചെറിയ പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്കൊരു ചെരുപ്പ് വയ്ക്കാൻ സ്റ്റാൻഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ പണിയാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാൻഡ് വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഹാളിൻ്റെ ഭാഗം മാത്രമേ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അവിടെ തുടയ്ക്കാൻ വരുമ്പോഴേക്കും ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ അവിടെ കുറച്ച് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂമും കൂടെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. തുടയ്ക്കുന്നതിന് മുമ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഒരു പണിയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. പിന്നെ കുറച്ച് അലക്കിയിടാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഏട്ടൻ്റെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്തിട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ വന്ന് നന്നായി തുടച്ചു കേട്ടോ. അപ്പോൾ വേഗം പണിയൊക്കെ കഴിഞ്ഞാൽ പുറത്ത് പോകാനുണ്ട്. അപ്പോൾ വേഗം പണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഏട്ടൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ കൂടെ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് ഇങ്ങനെ നിൽക്കാറാണ് പതിവ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ വേഗം പണിയൊക്കെ കഴിച്ച് നമുക്ക് ആലത്തൂർ പോയിട്ട് വരാം, വന്നിട്ട് വേണം എനിക്ക് കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേഗം പണിയൊക്കെ ഒരുക്കാമെന്നുള്ള പെട്ടെന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ നന്നായി തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. നല്ല പൊടി ഉണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ കാറ്റ് സമയം ആയതുകൊണ്ട് തന്നെ നല്ല പൊടി, എല്ലാവിടെയും നല്ല പൊടിയാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ രാവിലെ ക്ലീൻ ചെയ്താലും ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും എല്ലാവിടെയും നല്ല പൊടിയായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഓരോ ഭാഗമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ആദ്യം അവിടെ ക്ലീൻ ചെയ്ത ശേഷം എൻ്റെ റൂം ക്ലീൻ ചെയ്തു. അതിനുശേഷം അടുക്കളയാണ് കേട്ടോ തുടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുപ്പിൻ്റെ ഇവിടെയും ഗ്യാസിൻ്റെ ഇവിടെയും കുറച്ച് തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് തുടച്ച് വിട്ടു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. അപ്പോൾ ഇതിന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ തുടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കണം. വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്നും നിൽക്കാറില്ല. ഞാൻ എന്തെങ്കിലും എനിക്ക് കറി ഉണ്ടാക്കും, പിന്നെ അടിച്ചത് വിടും, പിന്നെ എൻ്റെ തുണികളതൊക്കെ അലക്കിയിട്ടിട്ട് ഞാൻ പെട്ടെന്ന് പോകും കേട്ടോ. അങ്ങനെ ചിലപ്പോൾ ഒരുവിധം അടുക്കളയും എല്ലാവിടെയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഏട്ടൻ്റെ പണി എവിടെ വരെയായി എന്ന് നോക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ 2 കാല് പോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ സ്ലാബ് വെക്കാനാണ് കേട്ടോ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്. സൈഡ് ഭാഗമാണ് കേട്ടോ, സൈഡൊക്കെ പാടമാണ്. അപ്പോൾ സൈഡ് വ്യൂ ആണത്. പിന്നെ അതിന് ശേഷം അച്ഛൻ കോഴിനെ വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കോഴിനെ വിട്ട ശേഷം നമ്മളതിനെ കൂട്ടിലേക്ക് ആക്കാറ് കേട്ടോ. അതിന് ഇങ്ങനെ നടക്കുമ്പോൾ അർജുൻ ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു. അതിനുശേഷം ഞാൻ അലക്കിയിട്ടു. അലക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല. അപ്പം അലക്കിയിട്ട് തോരി ഇടുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ കല്ലിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് ഇടാറ്. അപ്പോൾ ഏട്ടൻ ചെയ്തത് ഇതിങ്ങനെയാണ് കേട്ടോ. ഏട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല, ഞാൻ 2 സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തൊട്ട് വീട്ടിലൊരു ചേച്ചി പാല് വാങ്ങാൻ വൈകുന്നേരം പാലിന് പാത്രം തരാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വീഡിയോ ഒക്കെ കാണാറുണ്ട്, വീഡിയോ എടുക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു വർക്കും കൂടെ ഏട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തലേദിവസം ചെയ്തതായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റാൻഡ് പോലെ ഒരു 2 റാക്ക് പോലെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു സൗകര്യമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു കേട്ടോ. ഹെയറൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആഴ്ചയിൽ 2-3 തവണ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. അതിനുശേഷം ഐബ്രോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
പിന്നെ ഇതിൽ നോക്കുന്നുണ്ട്. സമയം ഉണ്ടായിരുന്നു. ഏട്ടൻ കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും എനിക്ക് റെഡിയായിട്ട് വേണം ഇൻട്രോ കൊടുക്കാൻ. ഏട്ടൻ വന്നാൽ ഇൻട്രോ കൊടുക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. പിന്നെ ഏട്ടനങ്ങനെ ഞാൻ ഇൻട്രോയിൽ എനിക്ക് ഏട്ടന് മുമ്പിൽ പറയാൻ എങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഏട്ടൻ വരുമ്പോഴേക്കും വേഗം റെഡിയായിട്ട് ഇൻട്രോ കൊടുക്കാൻ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് കുറേ ക്യാമറയിൽ നോക്കുന്നുണ്ട്, കുറേ കണ്ണാടി നോക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ചെയ്യും. ഐലൈനർ എഴുതാൻ എനിക്ക് കുറച്ച് നല്ല സമയം എടുക്കും കേട്ടോ. പിന്നെ ഫോണിൽ നോക്കിയിട്ട് എനിക്ക് ഐലൈനർ എഴുതാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ഐലൈനറൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും മേക്കപ്പ് ചെയ്യാറില്ല. ഐബ്രോ ഫിൽ ചെയ്ത് കൊടുത്ത് പൗഡറും ഇട്ട് ഐലൈനർ എഴുതിയൊരു പൊട്ടും വെച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. ഞാൻ പിന്നെ ഐലൈനറും കൊണ്ട് തന്നെയാണ് ഒരു പൊട്ട് വയ്ക്കാറ്. ഞാൻ ആ പൊട്ടും വെച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരുവിധം റെഡി ആവലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ സാധാരണ കൺമഷി എഴുതാറില്ല, കാരണം ചുറ്റും കൺമഷിയൊക്കെ പടരും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഐലൈനറൊക്കെ എഴുതി പിന്നെ ഹെയറും കൂടെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ മുടി പിടിച്ചിട്ടിങ്ങനെ പോണിട്ടൈൽ പോലെ അങ്ങനെയാണ് കേട്ടോ കിട്ടുന്നുണ്ടായിരുന്നത്. ഹെൽമെറ്റ് ഇടുമ്പോഴേക്കും അതൊക്കെ ഒരു കുളം ആവും. എന്നാലും ഞാൻ അതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കെട്ടിയിട്ടോ. കാരണം മുടി ഭയങ്കര ഇങ്ങനെ കോല് പോലെയും വടി പോലെയൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ വിരുത്തിയിടുന്നത് അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് കെട്ടാറ്. അതും കൂടെ കഴിഞ്ഞ് ഒരു ഷോളും കൂടെ ഇട്ട് അപ്പോൾ എൻ്റെ അതെല്ലാം സെറ്റായി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇൻട്രോ കൊടുത്തു. അതിന് ശേഷം ഏട്ടൻ കുളി കഴിഞ്ഞ് വന്നു. ടി വി കണ്ടുകൊണ്ട് ആൾ ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ ആൾ ഫുഡ് കഴിക്കണം. അപ്പോൾ അതും കഴിഞ്ഞ് നേരത്തെ എന്നെക്കാളും മുമ്പേ നടന്ന് അവിടെ പോയിട്ട് ആരെയോ ഫോൺ ചെയ്ത് കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മെല്ലെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പോയി നോക്കുമ്പോൾ ആളിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡിൽ നിന്ന്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞ് നേരെ പോയി എൻ്റെ ബാഗ് വണ്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിരുന്നു. പിന്നെ ഞാൻ കീയൊക്കെ വാങ്ങിച്ചിങ്ങനെ പോയി എല്ലാം വെച്ചു. പിന്നെ അതിന് ശേഷം തൊട്ട് വീട്ടിലൊരു ചേച്ചിനെയൊക്കെ കണ്ട് സംസാരിച്ചു. പിന്നെ പോണത് അങ്ങനെ ഒരു വീഡിയോ എടുത്തു കേട്ടോ. നമ്മൾക്ക് എവിടെ പോകണമെങ്കിൽ വണ്ടിയിൽ നിന്നൊരു വീഡിയോ എടുക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ഒരു കാവശ്ശേരി ഭാഗത്താണ് ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് ആദ്യം പോയത് ക്രസൻറ്റിലേക്കാണ് കേട്ടോ. ക്രസൻറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുളിക കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വാങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോണത്. കാരണം ക്രസൻറ്റ് ഹോസ്പിറ്റലിൽ ടാബ്ലറ്റ് കൂടുതൽ അവിടെ തന്നെയാണ് കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങണത്. അപ്പം എനിക്കിങ്ങനെ വെയിലത്ത് പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോയാൽ കൂടുതൽ ട്രാവൽ ചെയ്താൽ അങ്ങനെയൊക്കെ മൈഗ്രെയിൻ വരാറുണ്ട് കേട്ടോ. ഫുഡ് പിന്നെ കഴിക്കാതിരുന്നാൽ അങ്ങനെയൊക്കെ എനിക്ക് കൂടുതൽ മൈഗ്രെയിൻ വരാറ്. പിന്നെ ഏട്ടനെ കുറച്ച് ചീത്ത പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയിട്ട് വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാനതങ്ങ് നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എണ്ണയടിക്കാൻ കയറി. അതും കഴിഞ്ഞ് നമ്മൾ നേരെ ചേച്ചിക്കൊരു വാഷിംഗ് മെഷീൻ നോക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കാമെന്നും പറഞ്ഞു ഏട്ടന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്. ഞാൻ വിചാരിച്ചു നമ്മൾക്കതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോവാം, എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏട്ടൻ മൊത്തം കുറേ നേരം നോക്കി, എല്ലാം അങ്ങനെ നോക്കി ചേച്ചിനെയൊക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെ കുറേ നേരം ഒരു മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ തന്നെ നോക്കാൻ തുടങ്ങി. എനിക്കും അങ്ങനെ ഒരു മടി പോലെയായിട്ട് എല്ലാവരും നമ്മളെ തന്നെ നോക്കണമെന്ന് എടുക്കണമില്ല, കുറേ ഫോൺ വിളിച്ച് ചോദിക്കുകയും ചെയ്യണു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ശരിയെന്ന് പറഞ്ഞ് മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നു. കുറച്ച് ഇതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത ശേഷം അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. അപ്പോൾ ഞാൻ പിന്നെ എണീച്ചു. പിന്നെ കുറേ നടന്നു. പിന്നെ വെറുതെ ഞാൻ ഏട്ടന് പിന്നെ വീഡിയോ ഒക്കെ എടുത്തു. അതിന് ശേഷം ഞാൻ തന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ പോയി ഫ്രിഡ്ജൊക്കെ നോക്കി. ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ റേറ്റ് നോക്കി. പിന്നെ അതൊന്ന് വെറുതെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെ നോക്കി വെറുതെ നോക്കി മാത്രം നോക്കി. പിന്നെ അതാണ് ഏട്ടൻ്റെ പണി, വിളിച്ച് ചോദിക്കുക, ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഇവിടുത്തെ ഒരു ചെറിയ കടയുണ്ട്, പുതുതായി ആലത്തൂർ വന്ന കടയാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ മീൻ വാങ്ങിച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ മൊബൈൽ ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഏട്ടനും ഏട്ടൻ്റെ ഫോൺ ഞാനാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഏട്ടൻ്റെ പുതിയ ഫോൺ ആയതുകൊണ്ട് അതാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഏട്ടന് കൊടുത്ത ഫോണിൽ വോളിയം ബട്ടണും പവർ ബട്ടണും ചെറിയ കംപ്ലൈൻറ്റ്, അപ്പോൾ അത് ഞാൻ ശരിയാക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഞാൻ കൊടുത്തപ്പോൾ അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞത് അവരെനിക്ക് വേറൊരു ബട്ടൺ ഇട്ട് തന്നിട്ട് ഇത് വർക്കാവുണ്ടോ നോക്കാൻ പറഞ്ഞു. അത് ഞാൻ കൊടുത്തതിനേക്കാളും മോശമായിട്ടാണ് കേട്ടോ, ഒന്നും വർക്കാവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പഴയത് തന്നെ ആക്കി തരാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ കടയിലുള്ളൊരു അതൊന്നും അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ
എന്നാൽ ഫസ്റ്റ് തന്നെ ഒറിജിനൽ പാർട്സ് ഇല്ല എന്ന് പറഞ്ഞതാണെങ്കിൽ ഞാൻ ശരി വേണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏട്ടൻ എന്നെയും ചെയ്തു തന്നു. അത് കഴിഞ്ഞതും ഫോണിന് അവർ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് അത് കണ്ടതും എനിക്ക് നല്ല സങ്കടമായി. കാരണം ഞാൻ എൻ്റെ ഫോൺ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ എൻഗേജ്മെൻറ്റ് സമയത്തായിട്ട് പുതിയ ഫോൺ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട. കാരണം എനിക്ക് ഈ ഫോണായിട്ട് അത്രയ്ക്കും ഒരു അറ്റാച്ച്മെൻറ്റാണ്. അത് പിന്നെ ഇങ്ങനെ ഒട്ടിക്കുന്നത് എനിക്ക് നല്ല സങ്കടമായി. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞു, ഞാൻ വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതാണ് എനിക്കിന്നെ അത് ആ ഒരു ദിവസം എനിക്ക് നല്ല ഭയങ്കര സങ്കടമായൊരു ദിവസമാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഏട്ടന് മീൻ വാങ്ങിച്ചിട്ട് വന്നത് വേഗം പൊരിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് നേരമാക്കിയിട്ട് വേഗം വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോകാൻ സമയമുണ്ടായിരുന്നു. അതിനായിട്ട് ഫുഡൊക്കെ കഴിച്ചു ബാഗ് എടുത്ത് പോകാനുള്ള ഇതിലായിരുന്നു. അപ്പോൾ ഏട്ടന് വെൽഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഏട്ടൻ. അപ്പോൾ ഞാനും വെൽഡിങ് മെഷീനൊക്കെ പിടിച്ചിട്ട് പോവുകയാണ്. റോഡ് വരെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഏട്ടൻ വെച്ച് സെറ്റാക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കോഴിക്കോട് വരെ ഇങ്ങനെയൊക്കെ പോകും. ചില സമയത്ത് എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ സങ്കടം വന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇത്ര ദൂരം ഇങ്ങനെ കൊണ്ടുപോകണമൊക്കെ കാണുമ്പോൾ പിന്നെ ശരിയെന്നും പറഞ്ഞ് അങ്ങനെ പോയിട്ടാ. അപ്പോൾ അതിനുശേഷം ഞാൻ വന്ന് നെയ്മർ സിനിമയിലും ഉണ്ടായിരുന്നത്. അപ്പം ഞാനത് കണ്ടു, കുറച്ച് നേരം അത് കണ്ട് കിടന്നു. അതിന് ശേഷം ഞാൻ പോയി ഒരു ചായ ഇതാക്കിയിട്ട് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയുള്ള കാര്യങ്ങളും അങ്ങനെ ഈവനിങ് കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ടും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. കാരണം ഏട്ടൻ പോയി കുറച്ച് ടൈം കഴിഞ്ഞതും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊന്ന് തൊട്ടപറ്റി പോയി ചേച്ചിമാരോട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ശേഷം അത്രയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.